കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയെയും കുറിച്ചുള്ളതായ പാഠമാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ദൈവിക സ്നേഹത്തിൻ്റെ ക്രോധം എന്നുള്ളതായ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ദൈവസ്നേഹത്തിൽ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ പാഠം ചർച്ച ചെയ്യുന്നത് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യും. താങ്ക് യു. പാസ്റ്റർ ഡോണി ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്ന് ആമുഖമായി നമ്മുടെ പാഠത്തിലുള്ളത് പൊതുവായി നമ്മുടെ ക്രിസ്തീയ ലോകത്തിലുള്ളതായ ഒരു കാഴ്ചപ്പാട്, പഴയ നിയമ പുസ്തകത്തിലുള്ളതായ ദൈവം കർക്കശക്കാരനായ ഒരു ദൈവമാണ്. എന്നാൽ പുതിയ നിയമത്തിലുള്ളതായ ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ്. പഴയ നിയമത്തിലുള്ളതായ ദൈവം ഇങ്ങനെ ആളുകളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതായ ഒരു ദൈവമാണ്. പുതിയ നിയമത്തിലുള്ളതായ ദൈവം ആൾക്കാരെ രക്ഷിക്കാനിരിക്കുന്നതായ ഒരു ദൈവമാണ് എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് പൊതുവിൽ ഉള്ളതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. എന്നാൽ അതിലെ സത്യാവസ്ഥ എന്താണ്, ദൈവസ്നേഹത്തിൽ ഉള്ളതായ ബാലശിക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഈ ആഴ്ചത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 78:38 എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ച് തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. പാസ്റ്റർ ബിനോയ്, ദൈവം സ്നേഹമുള്ളവനാണ്, 1000 തലമുറകളോട് കരുണ കാണിക്കുന്നവനാണ് എന്നൊക്കെ നാം പറയുകയും വേദപുസ്തകത്തിൽ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നത്? ദൈവം ക്ഷമയുള്ള ദൈവമാണ്. അവിടെ ഒരു പദപ്രയോഗം, അതൊരു എബ്രായ ഭാഷയിലുള്ള ഒരു ശൈലിയാണ്, ഒരു ഭാഷാ പ്രയോഗമാണ്. കോപിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ നീളമുള്ള മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം എന്ന് പറയുന്നൊരു രീതിയാണ്. ദൈവം ഒരിക്കലും, ദൈവത്തിന് മൂക്കിൻ തുമ്പത്ത് ദേഷ്യമില്ല. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് തെറ്റായൊരു ചിത്രമാണ് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ചെറിയ കുട്ടികളോടും പറയുന്നത് ദൈവം ശിക്ഷിക്കും, ദൈവം അടിക്കും എന്നാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മനസ്സിൽ പാകപ്പെട്ടു പോയ ഒരു കാഴ്ചപ്പാടാണ് ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണെന്നുള്ളത്. ദൈവം യഥാർത്ഥത്തിൽ മഹാദയയും ദീർഘക്ഷമയുമുള്ള ദൈവമാണ്. അവൻ സഹനമുള്ളവനാണ്. അവൻ്റെ കൃപയെക്കുറിച്ച്, ദൈവം കൃപയുള്ള ദൈവമാണ്. പിന്നെ എന്താണ് ഈ ദേഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവർത്തിച്ച് തെറ്റ് ചെയ്യുമ്പോൾ, ദൈവസ്നേഹത്തെ നിരസിച്ച് അവസാനം ലഭിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവമല്ലാതെ ഓരോ മനുഷ്യനെയും വളരെ കൃത്യമായി കൊന്നൊടുക്കുന്ന ദൈവമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങളെയും നിഷേധിച്ച് കഴിയുമ്പോഴാണ് ഈ ശിക്ഷ വരുന്നത്. ആ ശിക്ഷ കോപം കൊണ്ട് ആരെയും ശിക്ഷിക്കാതിരിക്കാൻ യേശു അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഒരിക്കലായിട്ട് ത്യാഗം പോലും ചെയ്തു. അതുകൊണ്ട് ദൈവം ഒരിക്കലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളല്ല. പക്ഷേ ദൈവം അവസാനം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രം ആകുന്നു. പാസ്റ്റർ, ദൈവത്തിൻ്റെ ദയ ഇത്രമാത്രം വലുത് ആണ് എങ്കിൽ പോലും ആവർത്തിച്ചിട്ടുള്ളതായ അനുസരണക്കേട് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് നാം അത് ഒഴിവാക്കേണ്ടത്? ദൈവം നമ്മുടെ ആവർത്തിച്ചുള്ള മത്സരം, ഇഷ്ടക്കേടെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് മത്സരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടാതെ വരുന്നത്. നമ്മൾ പിന്നെയും മത്സരം കാണിക്കുക, അതാണ് ഇഷ്ടപ്പെടാൻ. ഇസ്രായേൽ ജനം 10 പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് ദൈവം പിന്നെ ക്ഷമിച്ചു. അപ്പോൾ ദൈവം അങ്ങനെ ക്ഷമിക്കാതിരിക്കുന്നതല്ല. പക്ഷേ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗമുണ്ട്. അത് 34 പുറപ്പാട് പുസ്തകത്തിലാണ്. അത് 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും തലമുറയോളം 4ാമത്തെ സന്ദർശിക്കുമെന്നാണ്. അപ്പോൾ ഈ 1000 തലമുറ വരെ ക്ഷമിക്കും. അപ്പോൾ ദൈവം 1000 തലമുറ ആവർത്തിച്ചാലും ക്ഷമിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ എടുത്തു പറയുന്നതാണ്, എന്തൊക്കെ പറയുന്നു? അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കും. എത്ര പ്രാവശ്യം? 1000 തലമുറ വരെ. പക്ഷേ കുറ്റക്കാരനെ വെറുതെ വിടത്തില്ല.
ഇതാണ് നമ്മൾ ശരിക്കും ഈ ആവർത്തിച്ചുള്ള പാപത്തെ ശിക്ഷിക്കാതെ വിടാത്ത എന്തെന്ന് വെച്ചാൽ ദൈവം നമ്മൾ ദൈവമക്കളായി കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനമെടുത്ത് ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിന് ശേഷം ദൈവമക്കളെന്ന് പറയുകയും ദൈവമക്കൾക്ക് യോജിക്കാത്ത പ്രവൃത്തി നമ്മൾ ആവർത്തിച്ച് ചെയ്യുകയും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് പിന്നൊരു മാർഗവുമില്ല. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നിരന്തരമായി ക്ഷമിച്ചുകൊണ്ടിരിക്കും. പാസ്റ്റർ ബിനോയ്, ദൈവം കരുണയുള്ളവനാണ്, സ്നേഹവാനാണ്, അനുകമ്പയുള്ളവനാണ് എന്നൊക്കെയാണ് നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും നാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നതും നാം വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൈവം കോപിക്കുന്ന ഒരു ദൈവവും കൂടെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രോധമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം കോപിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളതായ ക്രോധം നമ്മുടെ മേലും പകരുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കോപം പകയല്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് പകയാണെന്നാണ്. ദൈവം പക വെച്ച് പുലർത്തുന്നു. ദൈവത്തിൻ്റെ പകയില്ല. വെഞ്ചിയൻസ്. ദൈവം പ്രതികാരമില്ല. ദൈവത്തിന് പ്രതികാരമല്ല. ദൈവം നമ്മളെ എന്തെങ്കിലും കോപിക്കുന്നെങ്കിൽ അത് നമ്മളെ തിരുത്താനാണ്, കറക്ഷൻ നടത്താനാണ്, നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഉദ്ദേശം, രണ്ടാമത്തെ ഉദ്ദേശം പാപത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കുകയാണ്. പാപത്തിന് കാരണമായ എല്ലാത്തിനെയും, ദൈവം സൃഷ്ടിച്ച ലോകത്തിൻ്റെ സ്നേഹവ്യവസ്ഥിതിയെ നശിപ്പിക്കുന്ന പാപത്തിൻ്റെ എല്ലാ കാരണത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കോപമാണ്. വ്യക്തികളോടല്ല ദൈവത്തിൻ്റെ കോപം. വ്യക്തികളോട് ദൈവം കോപിക്കുന്നെങ്കിൽ അത് അവരെ തിരുത്താനുള്ളതാണ് എന്നുള്ളതാണ്. തെറ്റ് ആവർത്തിക്കുന്നവരോട് ദൈവം പറയുന്നു, ആർക്കും ഉടനടി ശിക്ഷയില്ല. ഇപ്പോഴും ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ആരെയും കൊല്ലുന്നില്ല. ഈവൻ ആദമിനോടും ഹവ്വയോടും തിന്നുന്നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ആ മരണം എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായ മരണത്തെ അല്ല ഉദ്ദേശിച്ച്, ആത്മീയമായ മരണത്തെയാണ്. ഇത് കൊടുക്കുന്നില്ല. എന്നാൽ അത് അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഒടുവിലത്തെ നാളിൽ പ്രതിഫലം കൊടുക്കും. അപ്പോഴുണ്ടാകുന്ന ശിക്ഷമാണ്. അതുവരെയും ദൈവം മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം ഹേറ്റർനെസ് അല്ല, പ്രതികാരമല്ല ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ടാണ് എങ്ങനെയാണ് മനുഷ്യർ ദൈവത്തെ കോപിപ്പിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ കോപിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആവർത്തിച്ച് തെറ്റ് ചെയ്യുമ്പോൾ, ദൈവം തരുന്ന അവസരങ്ങളെ നിഷേധിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ കോപിപ്പിക്കുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ കോപിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ അതിക്രമത്തിന് ഞാൻ പകരം ചോദിക്കും. അങ്ങനെയാണ് ദൈവം പറയുന്നത്. ഞാൻ ചില പ്രയോഗങ്ങൾ, ഞാൻ നിന്നെ ഉരുട്ടിയിടും, നീ നിന്നെ കരിഞ്ഞ പർവ്വതമാക്കും എന്നൊക്കെ പറയുന്നത് ശരിക്കും തിരുത്താൻ വേണ്ടിയുള്ളതാണ്. ഒരു ഇടവേളയുടെ സമയം അതിക്രമിച്ചു. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ഇത്രയും നേരം വാദോരാതെ സംസാരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ് എന്ന് വേദപുസ്തകത്തിലെ പല സംഭവ കഥകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. പ്രത്യേകിച്ച് യോനയുടെ കഥയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? യോനയുടെ കഥ നമ്മളവിടെ പല കാര്യങ്ങൾ കാണാൻ കഴിയും. അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. പക്ഷെ ദൈവം യോനയോട് പറയുകയാണ്, നീ അവിടെ പോയി അവരോട് പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? നിങ്ങളെ നശിപ്പിച്ചു കളയും. യോനയ്ക്ക് പലവിധമായ കാരണങ്ങൾ, നമ്മൾ അതിൽ ഇപ്പോൾ കിടക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് യോനയ്ക്ക് അവിടെ പോകാൻ താല്പര്യമില്ല. പക്ഷേ യോനയെ ദൈവം തിരിച്ച് വിളിച്ച് യോനയോട് പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് യോന നോക്കിയിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ നടക്കുമെന്ന്. അത് നടക്കാതെ വന്നപ്പോൾ യോനയ്ക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം ദൈവം യോനയുമായിട്ടൊരു അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിൽ ദൈവം പറയുകയാണ്, എന്താണ്, ഇടംകൈ വലംകൈ തിരിച്ചറിയാൻ വയ്യാത്ത ഇത്രമാത്രം ജനത്തെ ഞാൻ അവരോട് അനുകമ്പ കാണിക്കേണ്ടതല്ലേ? ഞാൻ അവരെ സ്നേഹിക്കേണ്ടതല്ലേ? ഞാൻ അവരെ രക്ഷിക്കേണ്ടതല്ലേ? ഞാൻ അവരെ ശിക്ഷിക്കാനാണോ? അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയല്ലേ നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിച്ചത്? നീ എന്താണത് തിരിച്ചറിയാതെ പോകുന്നത്? എന്നിട്ട് യോനയ്ക്ക് ഒരു ആവണക്കിൻ്റെ അനുഭവത്തിൻ്റെ അത് മനസ്സിലാവാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. നീ ഒന്നും ചെയ്യാതെ, നീ നടുകയോ നീ വെള്ളമടിക്കുകയോ നീ വളമിടുകയോ ഒന്നും ചെയ്യാതെ നിനക്ക് തണൽ തന്ന ഒരു ആവണക്ക് പെട്ടെന്ന് നശിച്ചു പോയപ്പോൾ നിനക്ക് അതിനോട് ഇത്രയ്ക്ക് ദേഷ്യം വരുന്നെങ്കിൽ എൻ്റെ മക്കൾ
ഞാൻ സൃഷ്ടിച്ച, ഞാൻ അവരെ വീണ്ടെടുത്ത, ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത അവർ നശിച്ചു പോകുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ അവരെ നേർവഴിക്ക് നടത്തണമെന്നും അവരെ രക്ഷിക്കണമെന്നും ദൈവമായ എനിക്കത് തോന്നുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് യോനയോട് ദൈവം വാദപ്രതിവാദം നടത്തുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? മനുഷ്യൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് വിട്ടകന്നു പോയാലും ആ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ സ്നേഹത്തിലൂടെ ദൈവം കാണിക്കുകയാണ്. മനുഷ്യനത് തിരിച്ചറിയാൻ വേണ്ടി യോനയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. പാസ്റ്റർ ബിനോയ്, ദൈവം കരുണയുള്ള ദൈവമാണ്. ഈ കരുണയുള്ള ദൈവം തന്നെ മനുഷ്യനോട് കോപിക്കുന്നു. ഈ ദൈവത്തിൻ്റെ കോപത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സ്നേഹം, നീതി, ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. പക്ഷെ ദൈവം വെറുക്കുന്നത് തിന്മയെ മാത്രമാണ്, പാപത്തെയും തിന്മയും മാത്രമാണ് ദൈവം എതിർക്കുന്നത്. ദൈവം തിന്മയെ എതിർക്കുന്നു. ഈ തിന്മ വളരുകയാണെങ്കിൽ അത് നമ്മളെ സ്വയം വെറുപ്പിക്കുന്നതായിത്തീരും. മനുഷ്യരെ തന്നെ സ്വയം വെറുപ്പിക്കും. തുടർച്ചയായിട്ടുള്ള അനുസരണക്കേടാണ് മനുഷ്യനെ സ്വയം വെറുപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതിനൊരു ഗ്രീക്ക് പദം ഗേലെ ഓഫ് റിബീലിയൻ, തുടർച്ചയായ മത്സരം എന്നാണ് പറയുന്നത്. മറ്റ് ഭയങ്കരമായ പീഡനങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളുള്ളവർ ചെയ്യും. അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അവിടെ. ഒന്ന്, ചൈൽഡ് സാക്രിഫൈസ്, കുഞ്ഞുങ്ങളെ പോലും യാഗം കഴിപ്പിക്കുക. പിന്നെ അസാമാന്യമായ മത്സരങ്ങൾ, ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തിൻ്റെ സ്ഥാനമെടുക്കുക, വിശ്വാസക്കുറവ്, പ്രതിജ്ഞാലംഘനം. ഇതിനോടൊക്കെയാണ് ദൈവം യഥാർത്ഥത്തിൽ ഇഷ്ടക്കേടുള്ള കാര്യം ദൈവം എതിർക്കുന്നത്. അതൊക്കെ തിന്മയോടാണ് ദൈവത്തിന് ദേഷ്യം ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം ദീർഘക്ഷമ ഉള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് അവസാനമില്ലാത്തതാണ്. അവൻ്റെ വിശ്വസ്തത ഒരിക്കലും അവസാനിക്കാത്തതാണ്. അവൻ്റെ അനുകമ്പ വളരെ ആഴമുള്ളതാണ്. അവൻ കമ്പാഷനേറ്റാണ്. അവൻ നമ്മളോട് വളരെയധികം താല്പര്യമുള്ളവരാണ്. അവൻ്റെ സഹനം വളരെ വലുതാണ്. കാരണം ദൈവം നമ്മളെ ശരിക്കും ശിക്ഷിക്കുന്നത് മനുഷ്യത്വത്തിനെതിരായ കാര്യം വരുമ്പോൾ, സ്നേഹത്തിനെതിരായ കാര്യമ്പോഴാണ്. അത് നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റർ, ദൈവം നമ്മെ പലപ്പോഴും തിരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മോട് കോപിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ പറയുന്നു. വേദപുസ്തകത്തിൽ മറ്റൊരു സംഭവത്തെ പറയുന്നു. എന്താണ്? റൈച്ചസ് ഇൻഡിഗ്നേഷൻ, നീതിയുക്തമായ കോപം. എന്താണ് ഈ നീതിയുക്തമായ കോപം എന്ന് പറയുന്നത്? നീതിയുക്തമായ കോപം അഥവാ രോഷം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ്. വേദപുസ്തകം ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറില്ലേ, ഞാൻ തല്ലിക്കൊല്ലും, ഞാൻ അടിക്കും, നീനെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാ? അവരെ പുറത്താക്കാനാണോ? ഇൻ കേസ് ഏതെങ്കിലും ഒരു കുഞ്ഞ് അത് നീ പോടാന്ന് പറയുമ്പം അത് അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞാണെന്ന് വിശ്വസിച്ച് പുറത്ത് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുറകെ പോയി അവന് വിളിച്ചോണ്ട് വന്നിട്ട്, മക്കളെ, എടാ ഞാൻ അങ്ങനെ പറഞ്ഞതല്ലടാ, നീ എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ നന്നാവാൻ പറഞ്ഞതല്ലേ. ഇതാണ് മനുഷ്യൻ കാണിക്കുന്നതെങ്കിൽ ആ ദൈവം സൃഷ്ടിച്ച് സ്വന്തം ജീവൻ നൽകി രക്ഷിച്ച, സ്വന്തം മകനെ യാഗമായി നൽകി രക്ഷിച്ച മക്കളോട് ദൈവത്തിന് രോഷത്തോടെ ഇടപെടാൻ പറ്റുമോ? ഒരിക്കലും രോഷത്തോടെ ഇടപെടും. എന്ന് വെച്ചാൽ വെറുപ്പുള്ള രോഷം, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രോഷം കാണിക്കാൻ പറ്റത്തില്ല. എന്താണത്? തിരുത്തപ്പെടുവാൻ, നന്നായി വരുവാൻ, നീതിമാന്മാരായി ജീവിക്കുവാൻ, വിശുദ്ധന്മാരായി സ്വർഗത്തിൽ ദൈവം ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത്, ദൈവം വിശുദ്ധനായതുപോലെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധനാകണമെന്നുള്ള ആ ആഗ്രഹത്തോടാണ് നമ്മൾ അങ്ങനെ തെറ്റിപ്പോകുമ്പോൾ, അതായത് നമ്മൾക്ക് പല കാര്യം പറഞ്ഞു തന്നിട്ടും പിന്നെയും അതിനെ നമ്മൾ അവഗണിച്ച് പോകുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സ്നേഹത്തോടെ ഒന്ന് ശിക്ഷിക്കുന്നതോ സ്നേഹത്തോടെ ഒന്ന് ശാസിക്കുന്നതോ ചെയ്യുന്നത്. വേദപുസ്തകത്തിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾ തിമോഥെയോസ് ലേഖനം വായിച്ചാൽ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനുമാണ്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ എന്താ പറയുക, സ്നേഹത്തോടെയുള്ള, നാശത്തിന് വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്കായിട്ട്. അതെ, നന്മയ്ക്കായിട്ട്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതായ ഈ റൈച്ചസ് ഇൻഡിഗ്നേഷനെ പലപ്പോഴും മനുഷ്യർ അത് തെറ്റിദ്ധരിച്ചിട്ട് സ്വാർത്ഥപരമായ ദേഷ്യത്തെ അത് ന്യായീകരിക്കുന്നതായ ഒരു പ്രവണത നമ്മിലുണ്ട്. അത് എത്രമാത്രം അപകടകരമാണ്? നമ്മൾ അതിനെ ന്യായീകരിക്കുമ്പോൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണത്. തിന്മയും അനീതിയെയും. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് സ്നേഹമുള്ള പ്രതികരണമാണ്. നമ്മുടെ തെറ്റിനോടുള്ള ദൈവത്തിൻ്റെ റെസ്പോൺസാണ്.
നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള, അതായത് നന്മയും സ്നേഹവും, അത് ധാർമ്മികമായ ഈ ഒരു കോപം യഥാർത്ഥത്തിൽ തിരുത്തലിന് വേണ്ടി ആവശ്യമായ ഒരു കാര്യമാണ്. സന്ദർഭോചിതമായ സമയോചിതമായ ദൈവത്തിൻ്റെ ഇടപഴകലായി നമ്മളിതിനെ കാണണം. ഇരകളോട് ചിലപ്പോൾ ദൈവം അമിത വികാരം കാണിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ സ്നേഹത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനുഷികമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അടിമത്തത്തിലായവരെ വീണ്ടെടുക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒപ്പം നിൽക്കുക, എല്ലാവരെയും ഉപേക്ഷിച്ചവരെ ദൈവം പറഞ്ഞത് ഞാൻ അവരെ രക്ഷിക്കും, ഞാൻ അവരെ വീണ്ടെടുക്കും, അവർക്കൊപ്പം നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ദൈവസ്നേഹം നമ്മിൽ ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ദേഷ്യത്തെയും ദൈവത്തിൻ്റെ കോപത്തെയും ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിച്ചാൽ നാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തുടർന്നു പോകാൻ തക്കൊണ്ട് സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, ദൈവം ആരെയും നശിപ്പിക്കുന്നതിനു വേണ്ടി ശിക്ഷിക്കുന്നില്ല എന്ന് നാം പഠിക്കുകയുണ്ടായി. ഈ ദൈവത്തിൻ്റെ കോപത്തെയും ദൈവത്തിൻ്റെ ശാസനയെയും നാം എപ്രകാരമാണ് അത് മനസ്സിലാക്കേണ്ടത്? ദൈവം ആക്ച്വലി നമ്മുടെ ദീർഘക്ഷമ കാണിക്കുകയാണ്. ദൈവം എന്താണ്, ഈ കൃഷിക്കാരൻ്റെ ഉപമ വേദോസ്തവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ മഴ ലഭിക്കുന്ന ഉടനെ കൃഷി ഇറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിളവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിളവ് അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിനൊരു പിന്മഴയുടെ അനുഭവമുണ്ട്. അതിനൊരു അടുത്ത മഴ കിട്ടിയാലേ ഈ വിളവ് എന്താകത്തുള്ളൂ, അതിൻ്റെ പൂർണ്ണത പ്രാപിക്കത്തുള്ളൂ. ഇതേ അനുഭവത്തിലൂടെ ദൈവം എന്ത് ചെയ്യാണ്? മനുഷ്യനെ നമ്മൾ ആദ്യം ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതിമാന്മാരായി ജീവിക്കുന്ന നമ്മൾ വിശുദ്ധന്മാരായി മാറേണ്ടതുണ്ട്. ആ വിശുദ്ധന്മാരെ മാറേണ്ടതിന് നമുക്കെന്ത് വേണം? ദൈവത്തിൻ്റെ ക്ഷമ ആവശ്യമാണ്. നമ്മൾ ക്ഷമയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കാത്തിരിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വരികയും നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണ ഫലമുള്ളവരെ വിളവെടുപ്പിന് തയ്യാറായി മാറിത്തീരും. അതിനുവേണ്ടി ദൈവം നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിശുദ്ധിയിലേക്ക് നടക്കാനാണ്. നമ്മൾ നീതീകരണം കഴിഞ്ഞു, നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്താനാണ് ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, നാം നമ്മുടെ ഈ ലോകപരമായ ജീവിതത്തിൽ ചില നീതിമാന്മാരായ മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ പീഡിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, ചിലപ്പോൾ നാം യാത്ര ചെയ്യുന്നതായ സ്ഥലങ്ങളിൽ, ചിലപ്പോൾ നാം ജീവിക്കുന്നതായ മേഖലകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രോക്ഷം എപ്രകാരമാണ് നാം നിയന്ത്രിക്കുകയും നാം എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ അവരോട് അനുകമ്പ കാണിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഒപ്പം നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് പറയുന്നത്, ഞാൻ അങ്ങനെയുള്ളവരെ പരിഗണിക്കും. എപ്പോഴും പാപം ചെയ്തവരെ കർത്താവ് ഒപ്പം നിൽക്കുകയും ഇനി മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അടിമകളായിരുന്നവരെ ദൈവം വിടുവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും യഥാർത്ഥത്തിൽ അവർക്കൊപ്പം നിൽക്കുകയും സഹായിക്കുകയും ചെയ്യാന്നുള്ളതാണ്. പാസ്റ്റർ, മനുഷ്യൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ബൈബിൾ നമ്മോട് എന്താണ് പറയുന്നത്? നാം പെട്ടെന്ന് രോക്ഷാകുലരാകുന്നു, പെട്ടെന്ന് നാം പ്രതികരിക്കുന്നു. ഇതിനെക്കുറിച്ച് വേദവസ്തു എന്താണ് പറയുന്നത്? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേശ്യാവൃത്തിയിൽ പിടിച്ച ഒരു സ്ത്രീയെ എല്ലാവരും കൂടെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ പ്രവൃത്തി ചെയ്തവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ രീതി എന്ന് പറയുന്നത്, അവൻ്റെ കൺമുന്നിൽ ഏതെങ്കിലും തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ആരും ചെയ്യുന്നത് അവൻ കണ്ടാൽ എന്ത് ചെയ്യുക? അവനെ ശിക്ഷിക്കണം. മറിച്ച് അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവനും പലപ്പോഴും ഓർക്കത്തില്ല. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ആ പ്രതികാര വാഞ്ച, ശിക്ഷിക്കണം എന്നുള്ളത് വാഞ്ച ദൈവം അവിടെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയാണ്. ദൈവം എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവനെ കല്ലെറിയട്ടെ, ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ കുറവിനെ അല്ലെങ്കിൽ കുഴപ്പത്തെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ആരും കല്ലെറിഞ്ഞില്ല. അപ്പം മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുക, മറ്റുള്ളവൻ കുറ്റക്കാരനാണെന്ന് വിരൽ ചൂണ്ടുക. ഇത് ശരിക്കും പറഞ്ഞാൽ സാത്താൻ്റെ പ്രകൃതമാണ്. ദൈവമക്കളായിരിക്കുന്നവരിൽ അത് ഉണ്ടാകാനേ പാടില്ല. ദൈവമക്കളായിരിക്കുന്നവൻ എന്ത് ചെയ്യണം?
അവനെ ചേർത്ത് നിർത്തുകയും അവൻ്റെ കുറവുകളെ അവനെ നന്നാക്കാൻ വേണ്ടി അവൻ മാത്രമുള്ളപ്പോൾ അവനോട് പറഞ്ഞ് അവനെ നേർവഴിക്ക് നടത്താൻ തോന്നും. പക്ഷേ സാധാരണ കേസ് ചെയ്യുന്നത് എന്താണ്? 4 പേരുടെ മുമ്പ് വെച്ച് അവനെ കുറ്റം പറഞ്ഞ് അവൻ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് അവനെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇത് ഒരു ദൈവമക്കൾക്ക് ഒരിക്കലും ചേർന്നതല്ല. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ റെമനൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കാരണവശാലും ഒട്ടുമേ യോജിക്കുന്നതല്ല. നമ്മൾ അങ്ങനെ ആരെയും കുറ്റം വിധിക്കാൻ പാടില്ല. മറിച്ച് അവരോട് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അനുകമ്പയോടെ അവരെ ചേർത്ത് പിടിച്ചു നിർത്തുകയും അവരെ വിശുദ്ധിയിലേക്ക് നടത്താൻ സഹായിക്കുകയും വേണം. പാസ്റ്റർ ബിനോയ്, നമ്മോട് ദൈവത്തിൻ്റെ കോപം ക്രൂശിൽ ഇല്ലായ്മ ചെയ്തു എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. കാരണം നമുക്ക് എതിരെ നിന്നതായ എല്ലാ പാപങ്ങളും പാർശ്വഫലങ്ങളെയും ദൈവം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി വഹിച്ചു. അത് മാറിപ്പോയി. നമുക്കെങ്ങനെയാണ് ആ ക്രൂശ് മരണത്തിൽ ആശ്വസിക്കുവാനും നമ്മുടെ പ്രത്യാശ അതിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും തക്കവണ്ണം കഴിയുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. സ്നേഹമില്ലാതെ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല, ദൈവത്തിന് നിലനിൽക്കാൻ പോലും പറ്റത്തില്ല. ദൈവം തിന്മയുടെ വഞ്ചനയെ മാത്രമേ ദൈവം എതിർക്കുന്നുള്ളൂ. തിന്മയുടെ വഞ്ചന, നമ്മളെ തെറ്റിക്കുകയാണ് തിന്മ, അതിനെയാണ് ദൈവം എതിർക്കുന്നത്. ദൈവത്തിന് സ്നേഹം വളരെ അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ കോപം നമ്മളെ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നതാണ്. കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് പറയുന്നത്, നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചു. അപ്പോൾ കോപത്തിനും ദേഷ്യത്തിനും അല്ലെങ്കിൽ ശാപത്തിനും ശിക്ഷയ്ക്കും കാരണമായതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അതുകൊണ്ട് ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം, എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ തെറ്റിൻ്റെ ശിക്ഷ ആരേറ്റുവാങ്ങും? ആരുമില്ല അവർക്ക് വേണ്ടി ഏറ്റുവാങ്ങാൻ. കാരണം ആ ശിക്ഷയുടെ അല്ലെങ്കിൽ ആ ചെയ്തു പോയ പാപത്തിൻ്റെ ശിക്ഷ മാറ്റാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ ഈ ദണ്ണിപ്പിക്കുകയും സ്വയം ടെൻഷൻ അടിക്കുകയും വെറുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത്, നീ ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷ നീ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു, നീ സന്തോഷമായിട്ടിരിക്കുക. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ദൈവകോപം ഭയാനകമാണ്. ദൈവകോപം, ആ ഭയാനകമായ ദൈവകോപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്കുള്ള പ്രതീക്ഷ. ആ കർത്താവിൻ്റെ യാഗത്തിൽ പ്രത്യാശ വയ്ക്കുന്നതായ ഏത് മനുഷ്യനും ഭാഗ്യവാൻ. ഇന്നത്തെ പാഠം നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നമുക്ക് നമ്മോടൊപ്പം പാഠം പഠിച്ചവർക്ക് വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്ന കർത്താവെ, പ്രത്യേകിച്ച് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച്, അനുകമ്പയെക്കുറിച്ച്, സ്നേഹത്തോടെയുള്ള അങ്ങയുടെ ശിക്ഷയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഈ പാഠപഠനത്തിലൂടെ ചർച്ച ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചതിനെ സ്തോത്രം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ചർച്ച കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിനെ ജീവിക്കാൻ സഹായിക്കണം. സകലതും യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ഡോണി മാത്യുവിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ ബിനോയ്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പ്രസൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശിക്ഷിക്കുന്നില്ല. നമ്മെ ഒരു തരത്തിലും നമ്മെ നോവിപ്പിക്കുന്നതിന് വേണ്ടി അവൻ നമ്മെ ശാസിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ നാം മാനസാന്തരത്തിൽ നിലകൊള്ളുവാൻ കർത്താവായ യേശുവിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരുന്നതിനു വേണ്ടി കർത്താവ് നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.